എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെടുങ്കുന്നത്തു നിന്നും ചങ്ങനാശ്ശേരി വഴി കട്ടപ്പനയ്ക്ക് പോകുന്ന സെൻറ് തോമസ് എന്ന ബസ്സിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെയും പാച്ച് വർക്കിൻ്റെയും സീറ്റ് വർക്കിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നെടുങ്കുന്നത്തു നിന്നും രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ചങ്ങനാശ്ശേരിയിൽ വന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഈ വാഹനം കട്ടപ്പനയ്ക്ക് പോകുന്നത്. നല്ല രീതിയിലുള്ള പാച്ച് വർക്കും അപ്പോൾസറി വർക്കും പെയിൻറ്റിങ്ങുകളും എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. തകടുകളെല്ലാം ബെൻഡ് ചെയ്യേണ്ട വർക്കുകൾ ചെയ്യാനുണ്ട്. ചങ്ങനാശ്ശേരി കണ്ണവട്ടയിൽ പ്രവർത്തിക്കുന്ന റോയൽ ബോഡി വർക്സിലാണ് ഈ വാഹനം പെയിൻറ്റിങ്ങുകളെല്ലാം ചെയ്യാൻ കയറ്റിയിരിക്കുന്നത്. ഫ്രണ്ട് ആണെങ്കിൽ നല്ല രീതിയിൽ പുട്ടിപ്പണി ചെയ്യാനുണ്ട്. ബാക്കി വശം ആണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള പുട്ടി വർക്കുകൾ ചെയ്യാനുണ്ട്. ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥനായ ജോൺസൺ കോഴിമണ്ണലിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിന്നാണ് ഈ വാഹനം സർവീസ് തുടങ്ങുന്നത്. അവിടെ തന്നെയാണ് ഈ വാഹനം സർവീസ് അവസാനിപ്പിക്കുന്നത്. ബോഡി ഫില്ലർ എല്ലാം ഇട്ട് സൈഡ് വർക്കുകൾ ചെയ്തു തുടങ്ങി. നല്ല രീതിയിൽ ബോഡി ഫില്ലർ ഇടേണ്ടതായിട്ടുണ്ട്. ഈ വാഹനത്തിന് നല്ല രീതിയിൽ പാച്ച് വർക്കുകളുണ്ട്. ബോഡി ഫില്ലർ ഇട്ട് അതിന് മുകളിൽ ഇൻസിപ്പൂട്ടി ഇട്ട് ലെവൽ ചെയ്യുന്ന ജോലികളാണ് നടക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം മെക്കാനിക്കൽ വർക്കുകളും ചെയ്യുകയാണ് ഈ ഷെഡിൽ ഇട്ടുകൊണ്ട് തന്നെ. പുട്ടി വർക്കുകളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ഗ്ലാസ് മാറാനുള്ളതാണ്. ഫ്രണ്ട് ഗ്ലാസ് മാറാനുള്ളത് കാരണം കവർ ചെയ്യുന്നില്ല. ബാക്കി ഗ്ലാസ് ബൾബുകൾ എല്ലാം തന്നെ കവർ ചെയ്ത് പിങ്ക് കളർ അടിച്ചു. അത് കഴിഞ്ഞ് വൈറ്റ് ലൈൻ ഇടാനായിട്ട് പേപ്പർ ഉപയോഗിച്ച് സൈഡുകളെല്ലാം കവർ ചെയ്ത് വൈറ്റ് പെയിൻറ്റും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചെങ്കിൽ മാത്രമേ അത് കവറാവുകയുള്ളൂ. കൂടാതെ ഫ്രണ്ട് ഗ്രില്ലിൽ കുറച്ച് ഡെക്കറേഷൻ വർക്കുകൾ ചെയ്യാനുണ്ട്. അവിടെ ബ്ലാക്ക് പെയിൻ്റാണ് അടിക്കേണ്ടത്. അതിനുവേണ്ടി ആ ഭാഗങ്ങൾക്ക് ചുറ്റും കവർ ചെയ്ത് അവിടെ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാനുള്ള ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടത്തിൽ തന്നെയാണ് കോട്ടയം ചങ്ങനാശ്ശേരി സർവീസ് നടത്തുന്ന കല്ലൂപ്പറമ്പിൽ ബസ്സിൻ്റെ പെയിൻറ്റിങ് വർക്കുകളും നടക്കുന്നത്. ഏകദേശം വൈറ്റ് പെയിൻ്റ് അടിച്ച് ഡിസൈൻ വർക്കുകൾ എല്ലാം ചെയ്തു കഴിഞ്ഞു. ഫ്രണ്ട് ഗ്ലാസ് ബീഡിങ്ങിന് ചുറ്റും ബ്ലാക്ക് പെയിൻറ്റും അടിച്ചു. ഫ്രണ്ട് ഗ്രില്ല് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. ചെറിയ ഗ്രില്ല് വൈറ്റ് പെയിൻറ്റും അടിച്ച് പെയിൻറ്റിങ് വർക്കുകൾ എല്ലാം ഏകദേശം ചെയ്തു തീർന്നു. ഈ വാഹനം ഇവർ സർവീസ് നടത്താൻ തുടങ്ങിയ അന്നു മുതൽ ഞാനാണ് ഇതിൻ്റെ സ്റ്റിക്കർ വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം എനിക്കത് സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവർ കോട്ടയത്ത് എവിടെയോ ആണ് ഇതിൻ്റെ സ്റ്റിക്കർ വർക്കുകളെല്ലാം ചെയ്തത്. അത് കാരണം ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിതിൻ്റെ സ്റ്റിക്കർ വർക്കുകൾ ചെയ്ത ശേഷമുള്ള ഫോട്ടോകൾ ലഭിക്കുകയോ വീഡിയോ എടുക്കാൻ സാധിക്കുകയോ ചെയ്തില്ല. ബാക്ക് ഗ്ലാസിൽ നിലവിൽ അതിൻ്റെ സെൻറ് തോമസ് എന്ന പേരും റൂട്ടും ഒരു മാതാവിൻ്റെ പടവും ലിമിറ്റഡ് ഷോപ്പും സ്റ്റിക്കർ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഏകദേശം പെയിൻറ്റിങ് വർക്കുകളെല്ലാം പൂർത്തിയായി. ഈ കൂട്ടത്തിൽ തന്നെ ഈ വാഹനത്തിൻ്റെ അകത്തെ സീറ്റിൻ്റെ അപ്പോൾസറി വർക്കുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ സീറ്റിൻ്റെയും ചാര് ഇളക്കി റെക്സിൻ ഇളക്കി പുതിയ റെക്സിൻ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് കവറും പുതിയതായി ചെയ്തു. ഒരുപാട് പഴക്കമുള്ള സീറ്റ് ആയതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡാമേജ് വന്നതുകൊണ്ടായിരിക്കണം അപ്പോൾസറി വർക്കുകളെല്ലാം മൊത്തത്തിൽ ചെയ്യാൻ തീരുമാനിച്ചത്.
ഈ അപ്പോൾച്ചറി വർക്ക് ചെയ്തതും റോയൽ ബോഡി വർക്സിനോട് ചേർന്നുള്ള ഒരു കടയിലാണ്. കോട്ടയം അപ്പോൾച്ചറി എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. സീറ്റ് ഫ്രെയിം നിർത്തി എല്ലാ മെറ്റീരിയലും പുതിയതായി ചെയ്തിട്ടുണ്ട്. കൂടിയ റെക്ഷൻ ഉപയോഗിച്ച് തന്നെയാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിംഗ് വർക്കുകളും മെക്കാനിക്കൽ വർക്കുകളും അപ്പോൾച്ചറി വർക്കുകളും ഇലക്ട്രിക് വർക്കുകളും എല്ലാം ഒരുപോലെ തീർന്നു കിടക്കുകയാണ്. ഇതിനുവേണ്ടി സെപ്പറേറ്റ് മറ്റൊരു സമയം കണ്ടെത്തി മറ്റൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇൻറ്റീരിയർ വർക്കുകളും എല്ലാ വർക്കുകളും തന്നെ തീർന്നു കിടക്കുന്നു. അതിനുശേഷം ഈ വാഹനം ടെസ്റ്റ് ചെയ്യാനായി കൊണ്ടുപോവുകയാണ്. മല്ലപ്പള്ളിയിലാണ് ഈ വാഹനം ഈ തവണ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത്. ടെസ്റ്റിംഗ് എല്ലാം പാസ്സായി സ്റ്റിക്കർ വർക്കുകൾ എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ വാഹനം സർവീസ് നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും ഈ വാഹനം മുടങ്ങാതെ തന്നെ സർവീസ് നടത്തുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിന് ഇതിൻ്റെ ഓണർ ജോൺസൺ കോഴിമണ്ണിലിന് വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നു.